ധന്നീതം ച. അപ്പം ഈ ഉണ്ണികൾ ചെറിയ കുട്ടികളാണ്, ഈ കാകപക്ഷധരന്മാരെന്ന് പറഞ്ഞാൽ ദീർഘകാകപക്ഷധരന്മാർ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കുട്ടികളുടെ മുടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി ഏതാണ്ട് ഇത്രത്തോളം വരുന്ന വളരെ നിരപ്രായമില്ലേ. അപ്പം ആൺകുട്ടികൾക്ക് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്, ചെറിയ പെൺകുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പോകുന്ന ചെറിയ കുട്ടികൾ മുടിയൊക്കെ ഏതാണ്ട് ഇതുവരെയൊക്കെ ഇരിക്കണ, കഴുത്തിൻ്റെ താഴെയിട്ട് ഇറങ്ങിയിരിക്കണം, മുടിയായിട്ടിരിക്കണം, ചില പ്രായമുള്ള കാകപക്ഷധരന്മാർ, ചെറിയ കുട്ടികളെന്നർത്ഥം. ഈ പ്രായം കൊണ്ടും കാഴ്ചയ്ക്കൊക്കെ ഒരു ചെറുപ്പം തോന്നുന്ന കുട്ടികൾ എന്നർത്ഥം. അങ്ങനെയാണ്. വിശ്വാമിത്രോ യയാവഗ്രേ തഥോ രാമോ ധനുർധര. അങ്ങനെ ഉണ്ടായത്. പോവുക അവർ എവിടുന്ന്, രാജാവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട്, മക്കളെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോവുക. പോകുമ്പം എങ്ങനെയാണ് അവരുടെ ശ്രദ്ധിച്ച് കേൾക്കണം. പോണ പോക്ക് എങ്ങനെയാണെന്നറിയോ? മുമ്പിലാരുണ്ട്? വിശ്വാമിത്രോ യയൗ അഗ്രേ. വിശ്വാമിത്ര അഗ്രേ യയൗ. വിശ്വാമിത്രരുടെ മുമ്പിൽ നടന്നു, അദ്ദേഹമാണ് മുമ്പിൽ. തൊട്ട് പിമ്പിലാരുണ്ട്? രാമോ തഥോ രാമോ ധനുർധര. അതിൻ്റെ പിമ്പിൽ രാമൻ. എങ്ങനെ? ധനുർധര. കയ്യിൽ വില്ലൊക്കെ ഉണ്ട്, ക്ഷത്രിയകുമാരനല്ലേ, ധനുർധരനായിട്ട് ഉണ്ട്. കാകപക്ഷധരോ ധന്യീ തം ച സൗമിത്രിരന്വകാൽ. അതിൻ്റെ പിമ്പിൽ ആരുണ്ട്? ഉണ്ണിയുണ്ട്. എന്നുവെച്ചാൽ അതിനെ പറഞ്ഞ ഏശിലേശൽ മറ്റത് ഉണ്ണുമില്ല ഉറങ്ങുമില്ല. ഇത് ഇവിടെ കിടന്ന് പരാക്രമം കാണിക്കുന്നു, രണ്ടിക്കിലും സ്വൈരക്കേടാവും. അപ്പം എന്ത് ചെയ്തു? രണ്ടിനും കൂടി ഒരിക്കലേക്ക് കൊടുത്തു. ഏതിനെ? രാമൻ പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ലക്ഷ്മണൻ പോയി എന്ന് പറയണ്ട, അതതിൻ്റെ നൂലുമ്പ് കെട്ടിയ മാതിരി പോവും. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. വല്ല ആ ബന്ധത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? നിഴല് പോലെ ആരും ഉണ്ടാവും. സൗമിത്രിരന്വകാൽ. സൗമിത്രിയും പോയി. അപ്പോൾ ഇവരിങ്ങനെ പോണത് കണ്ടാലേ, ഈ വാൽമീകി ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. വാൽമീകി ആകെ പോണതിൻ്റെ ഫോട്ടോ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ പോണത്? മുമ്പിൽ മഹർഷി, പിമ്പിൽ ഉണ്ണികൾ രണ്ടാളും അങ്ങനെയായിട്ടല്ലേ പോണത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ കണ്ടാൽ എന്താണെന്നറിയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മക്കളെ രണ്ടിനെയും എന്ത് ചെയ്തു? മഹർഷി പിമ്പിൽ നടക്കുന്ന കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ചു. ഒന്നിനെ അടുത്ത ഭാഗത്തേക്ക് ഒന്നിനെ. ഇപ്പം മഹർഷി നടക്കും, രണ്ട് ഉണ്ണികളും ഈ രണ്ട് കയ്യിൽ ഇടത് വശത്ത് രണ്ടിനെയും കൂടി ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെയാണ് നടന്നു പോകുന്നത്. എന്താ വെച്ചാൽ പാവം കുട്ടികളെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ആവുമ്പോൾ മുമ്പിലും പോകുന്നു വെച്ചാൽ പിന്നെ ഒറ്റയ്ക്കായപ്പോൾ കുട്ടികൾക്കൊരു അയ്യോ ഒറ്റയ്ക്കായി, ഇയാളച്ഛൻ മിണ്ടണമില്ല. ആര്? ഈ മഹർഷി മിണ്ടണമില്ല, ആൾ വലിയ കോപക്കാരനാണെന്നാ തോന്നുന്നത്. അച്ഛനെടുത്ത് പോരും ചെയ്തു. എന്നൊരു ചെറിയ കുട്ടികളല്ലേ, എന്തായാലും എത്ര വലിയ ആളായാലും കുട്ടികളാകുമ്പോൾ അങ്ങനെ ഓരോ അനാഥത്വം തോന്നില്ലേ? അത് തോന്നാണ്ടിരിക്കാൻ എന്ത് ചെയ്തു? മഹർഷി ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അപ്പം തന്നെ കുട്ടികൾക്ക് എന്ത് പോയിട്ടുണ്ടാവും? ഈ ഹെഡ്മാഷ് കുഴപ്പമില്ല എന്ന്. എന്താ ആദ്യം ആ വടിയൊക്കെ ആയിട്ട് വന്നവർ പേടിയുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചപ്പോൾ സന്തോഷമായി. ഇപ്പം ഇവർ മൂന്നാളും കൂടി പോണത് കണ്ടാൽ എങ്ങനെയാണെന്നറിയോ? ആ വാൽമീകി ആ ഫോട്ടോ പിടിച്ച് നോക്കിക്കോളൂ. എന്താ പറഞ്ഞത്? അനുജഗ്മതോ വിശ്വാമിത്രം മഹാത്മാനം. അവരിങ്ങനെ പോകുമ്പം കലാപിനൗ ധനുഷ്പാണി ശോഭയാനൗ ദിശോ ദശ. അവരിങ്ങനെ പോണേ, ആ പോക്കാണേ 10 ദിക്കിനെയും തിളക്കിക്കൊണ്ട് 10 ദിക്ക് ഇങ്ങനെ തിളങ്ങി മിന്നണേ. വിശ്വാമിത്രം മഹാത്മാനം ത്രിശീർഷാവിവ പന്നഗൗ. 3 തലയുള്ള പാമ്പ് പോകും പോലെ പോയത്. എന്താ പറഞ്ഞേ? എങ്ങനെയുണ്ടാ പ്രയോഗം? 3 തലയുള്ള പാമ്പ്. ഈ 3 തലയുള്ള പാമ്പ് പോകുമ്പോൾ പാമ്പിന് തല പിബിക്കല്ലല്ലോ. എങ്ങനെയാ തല ഉണ്ടാവുക? 3 തല ഇങ്ങനെ ഒരേ മട്ടിൽ ഇങ്ങനെയല്ലേ നിൽക്കണത്. അപ്പം കുട്ടികളെ രണ്ടിനും ചേർത്ത് പിടിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ആ ചേർത്ത് പിടിച്ചു എന്ന് പറയാതെ 3 തലയുള്ള പാമ്പ് പോണ മാതിരി പോയി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കുട്ടികളെ രണ്ടിനും മഹർഷി ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടുപോയതെന്ന്. അങ്ങനെ കൊണ്ടുപോയി. അനുജഗ്മധുരക്ഷുദ്രവും അങ്ങനെ പിതാമഹമിവാശ്വിനവും. ബ്രഹ്മാവിൻ്റെ കൂടെ അശ്വനീകുമാരന്മാർ പോണ മാതിരി എന്നും പറഞ്ഞു. ആരുടെ കൂടെ? പിതാമഹം ബ്രഹ്മാവിൻ്റെ കൂടെ അശ്വനീകുമാരന്മാരെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേവവൈദ്യന്മാർ അശ്വനീകുമാരന്മാർ, മഹാസുന്ദരന്മാർ അശ്വനീകുമാരന്മാർ. അപ്പോൾ ഈ സുന്ദരന്മാരായ കുമാരന്മാരെ ഈ മഹർഷിയുടെ കൂടെ പോകുമ്പം എന്താ തോന്നുന്നത്? പിതാമഹം ബ്രഹ്മാവ് താടിയൊക്കെ നരച്ച് മുത്തശ്ശനാണല്ലോ. അപ്പോൾ അതുപോലെ കാർന്നവരുടെ കൂടെ കുട്ടികൾ രണ്ടും കൂടി ഇങ്ങനെ പോവുക. അതായത് ഒരു മുത്തശ്ശനും പേരക്കുട്ടികളും കൂടി പോവുക. എങ്ങനെയാണ്? ആ മട്ടിൽ ആര് പോയി? കുട്ടികളെയും കൊണ്ട് മഹർഷി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മഹർഷി വെട്ടും വെളിച്ചപ്പാടൊക്കെ ഇവിടെ കണ്ടതാണ് നമ്മൾ. ഇനി കൊണ്ടുപോകുന്ന സമയത്തല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തല്ല, കേമന വിശ്വാമിത്രരോട് നമുക്കിങ്ങനെ ബഹുമാനം കൂടി അദ്ദേഹത്തെ കണ്ടേ അടങ്ങുള്ളൂന്നൊന്നും ആരും പറയരുത്. എന്താ കാരണം? പറഞ്ഞു പോകും നമ്മൾ ചിലപ്പം. വിശ്വാമിത്രർ അത്ര വാത്സല്യമുള്ളൊരു ഗുരുനാഥനാണ്. അതാണ് വസിഷ്ഠര പറഞ്ഞ വർത്തമാനം. എന്താ? അയച്ചോളൂ കുട്ടികളെ, എന്താ രാജാവ് അമാന്തം കാണിക്കുന്നത്, അയച്ചോളൂ. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഓട്ടോറിക്ഷ വിളിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഏട്ടാ കൊടുത്തത് തന്നെ തെറ്റായിപ്പോയി. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി ഏൽപ്പിച്ച് കൊടുക്കേണ്ട കുട്ടികളായത്. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോകാൻ എന്താ അല്ലേ കേമത്തം? നന്നായി, വളരെ നന്നായി. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, നടന്നോളൂ. അങ്ങനെ കുട്ടികളെയായിട്ട് മഹർഷി നടന്ന് പോയി. അധ്യർത്ഥയോജനം ഗത്വ സരയ്വാ ദക്ഷിണേ തടേ രാമേതി മധുരാം വാണീം വിശ്വാമിത്രോ അഭ്യഭാഷത. അതാണ്ടായത്. അങ്ങനെ അവർ പോന്നു. ഇപ്പം ഏതാണ്ട് നമ്മൾ പണ്ട് യജ്ഞശാല പണിതത് എവിടെയെന്നാണ് കുട്ടികളൊക്കെ ഉണ്ടാവണേ യജ്ഞം കഴിക്കാൻ യജ്ഞശാല പണിതത്? സരയ്വാശ്ചോത്തരേ തീരെ. മറന്നുവാ?
സരയു അഷ്ടോത്തരേതേര്, സരയുവിൻ്റെ വടക്കേക്കരയിലായിരുന്നു. ഇപ്പം അവർ പുഴ കടന്ന് എവിടെ എത്തി? സരയുവിൻ്റെ ദക്ഷിണേ തീരെ എന്തായിരുന്നു, അതായത് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകണ പുഴയാണ് ഏത്? സരയു. കിഴക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകണേ. കിഴക്ക് പടിഞ്ഞാറായിട്ട് പുഴ ഒഴുകുമ്പം അതിൻ്റെ വടക്കേക്കരയിലാണ് അയോധ്യ രാജധാനിയൊക്കെ. ആ പുഴ കടന്ന് തെക്കേക്കരയിലേക്ക് പോകുന്ന പറഞ്ഞാൽ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് എത്തി. അപ്പം അപ്പുറത്ത് പറഞ്ഞാൽ കാടൊക്കെയാണ്, കാട്ടിക്കൂടിയൊക്കെ അല്ലേ. ഇദ്ദേഹത്തിൻ്റെ ആശ്രമം നമ്മുടെ പട്ടണത്തിലൊന്നും ഇല്ലല്ലോ, കാട്ടിലല്ലേ ഉണ്ടാവുക. അപ്പോൾ കാട്ടിക്കാണ് പോകുന്നത്. കാട്ടിക്ക് പോകുന്ന സമയത്ത് അധ്യർത്ഥയോജനം, ഒരു 1.5 യോജന ഇങ്ങോട്ട് ചെന്നപ്പോഴേക്ക്, അധ്യർത്ഥയോജനം കുറച്ചങ്ങോട്ട് ചെന്നു എന്നർത്ഥം. ഈ അധ്യർത്ഥയോജനം ഗത്തുക, ഒരു 1.5 യോജന മുമ്പിക്ക് പോയപ്പം എന്താ ഉണ്ടായേ ചോദിച്ചാൽ, സരയുവാ ദക്ഷിണേ തടേ, സരയുവിൻ്റെ ദക്ഷിണേ കരയിലെത്തിയപ്പോഴേക്ക് രാമേതി മധുരാം വാണീം വിശ്വാമിത്രോ അഭ്യഭാഷത. അങ്ങനെ പുഴയുടെ തെക്കേക്കര എത്തിയപ്പോൾ മഹർഷി എന്ത് ചെയ്തു? വിളിച്ചു, രാമ. എങ്ങനെയാണ് വിളിച്ചത്? ദശരഥനെ നാത്തൊരു വിളിച്ചായിരുന്നു രാവിലെ. അതിൻ്റെ വിളിച്ചത് ഭൂമി കുലുങ്ങി, ദേവന്മാരൊക്കെ പേടിച്ചോടിപ്പോയി എന്നൊക്കെ കേട്ടില്ലേ? അത് എന്ത് വിളിയും വിളിച്ചിട്ടാവുക? അപ്പം അവിടെ പറഞ്ഞ ഭാഷയും ഭാവവും ഇവിടെ നോക്കൂ. രാമേതി, രാമ ഉണ്ണിയെ ഒന്നും ഇങ്ങോട്ട് വരിക. എന്താ അത് നോക്കൂ. വിശ്വാമിത്രോ മധുരം. മധുരം വെച്ചാൽ വളരെ മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കേൾക്കുമ്പം വളരെ ഇമ്പം തോന്നണ മട്ടിൽ വിളിച്ചപ്പോൾ എന്താണ്ടായത്? രാമനാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കണ കൂട്ടാണ്. നമ്മുടെ എനിക്ക് വിളിച്ചാൽ പിന്നെ വിളിച്ചത് മാത്രം വരില്ല, അടുത്തതൊക്കെ വരും. അങ്ങനെയല്ലേ? ഇതല്ല, രാമ ഉണ്ണിയെ ഉറക്കെ വിളിച്ചു. അപ്പോൾ ഉണ്ണി വളരെ വാത്സല്യത്തോടെ അടുത്തേക്ക് വന്നു. മഹർഷി എന്ത് ചെയ്തു? ഗൃഹാണവത്സസലിലം മാഭൂൽ കാലസ്യ പര്യേയ. ഉണ്ണി ആ പുഴയിലൊന്ന് ഇറങ്ങി കാലഴുകി ആചമിച്ചോളൂ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കാലഴുകി ആചമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ ശുദ്ധമായിട്ട് എന്ത് പ്രവൃത്തിക്ക് നമ്മൾ പുറപ്പെടുമ്പോഴും എന്ത് ചെയ്യണം? കാല് കഴുകി ആചമിക്കുക. അതാണ് ഈ ഇവിടെ പറഞ്ഞ ഈ എന്താ സലിലം ഗൃഹാണ. സലിലം ഗൃഹാണ, വെള്ളം എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കാലഴുകി ആചമിക്കുക. പിന്നെ ദാനത്തിനൊക്കെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ ഗൃഹാണ വത്സ. ഈ വത്സ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറയും? ഉണ്ണി എന്നൊക്കെ വിളിക്കില്ലേ നമ്മൾ കുട്ടികളെ? വിളിക്കില്ലേ വാത്സല്യത്തിൽ? ഉണ്ണിയെ എന്നൊക്കെ മോനെ എന്നൊക്കെ വിളിക്കില്ലേ? അങ്ങനെയുള്ളൊരു സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാണ് എന്താ? ഈ വത്സൻ എന്നുള്ള പേര്. അപ്പോൾ അതിന് ഗൃഹാണ വത്സ ഉണ്ണി. സലിലം വേഗം വെള്ളം എടുത്ത് കാലഴുകി ആചമിച്ച് ഒരു കുട്ടി കയ്യും കാലൊക്കെ നനച്ച് കഴുകിയ ശുദ്ധമായിട്ട് വരൂ. മാഭൂൽ കാലസ്യ പര്യേയ. നേരം പോരുത്, നേരം പോണു, അത്ര കാലം കളയരുത്, വെറുതെ സമയം ഇങ്ങനെ പോണൂന്ന്. ആര്? വിശ്വാമിത്രക്ക് ധൃതിയായി. എന്ന് വേഗം വരൂട്ടി, സമയം പോണു. എന്താ അത് മന്ദം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് രാമന് ഇഷ്ടമില്ലല്ലോ. ഇപ്പം ഇദ്ദേഹം എന്താ പറഞ്ഞു? വേഗം പോയി കുട്ടികൾ രണ്ടും കൂടി ആചമി തുടച്ച് വേഗം തളിച്ച് എന്താ ഗുരുനാഥ ചോദിച്ചു. ഇരിക്കുണ്ണിയെ എന്നും പറഞ്ഞു. മന്ത്രഗ്രാമം ഗൃഹാണത്വം ബലാം അതിബലാം തഥാ. പിടിച്ചോളൂ വേഗം. എന്ത്? കുട്ടികൾ ചോദിച്ചിട്ടൊന്നുമില്ല. ഏത് മന്ത്രഗ്രാമം എന്ന് വെച്ചാൽ? മന്ത്രഗ്രാമം എന്നർത്ഥം എന്താ? മന്ത്രഗ്രാമം നമ്മൾ വേറെ പല ഗ്രാമങ്ങളും കണ്ടിട്ടുണ്ട്, മന്ത്രഗ്രാമം കണ്ടിട്ടില്ല. ഉണ്ടോ? മന്ത്രമില്ലാത്ത ഗ്രാമങ്ങളാണ് ധാരാളം. ഈ ഗ്രാമം എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? കൂട്ടം എന്നാണ് അർത്ഥം. കുറേ എണ്ണം കൂടിയിട്ടുള്ളൊരു സമൂഹത്തിനാണ് എന്ത് പറയുക? ഗ്രാമം. ഇപ്പം നമ്മൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ ഒറ്റയ്ക്ക് ഒരു പറമ്പിൽ താമസിക്കുമ്പോൾ അത് ഗ്രാമമാവില്ല. എന്ത് വേണം? കുറേ കുടുംബങ്ങൾ അങ്ങനെ താമസിക്കണേ ഒരു സംഘാതത്തിനാണ് എന്ത് പറയുക? ഗ്രാമം എന്ന് പറയുക. മനസ്സിലായില്ലേ? ഒരു കുടുംബം ഒറ്റയ്ക്കുള്ള വെച്ചാൽ ഗ്രാമമാവില്ല. ഇപ്പം ഹിമാലയത്തിലൊക്കെ പോയാൽ ചില ദിക്കിൽ ഉള്ളിക്ക് പോയാൽ 10 വീടൊക്കെ ഉള്ളൊരു ഗ്രാമമുണ്ട്. എത്ര വീട്? 10 വീട് 5 വീടൊക്കെ ഉള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. ഹിമാലയത്തിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 500, 600, 1000, 5000 ഒക്കെ വീടുണ്ടാവും. ഒക്കെ ഓരോ ദേശത്തിൻ്റെ പ്രത്യേകതയല്ലേ. അപ്പോൾ ഇവിടെ മന്ത്രഗ്രാമം എന്ന് പറഞ്ഞാൽ മന്ത്രക്കൂട്ടം. ഒരു മന്ത്രമല്ല, മന്ത്രങ്ങളുടെ ഒരു സംഘാതം തരാൻ പോവുകയാണ്. എന്താ പേര് മന്ത്രത്തിൻ്റെ? ആ മന്ത്രസംഘാതത്തിന് എന്താ പേര്? ആ മന്ത്രത്തിന് പൊതുവേ പറഞ്ഞ പേരാണ് ബലാം അതിബലാം തഥ. ബല അതിബല എന്ന് പറഞ്ഞൊരു മന്ത്രസംഘാത തരണം. പണ്ടൊക്കെ മന്ത്രം പറയില്ല, മന്ത്രത്തിൻ്റെ പേരേ പറയും. അഷ്ടാക്ഷരി, പഞ്ചാക്ഷരി, ദ്വാദശാക്ഷരി, ദശാക്ഷരി എന്നൊക്കെ പറയും. അപ്പം ആ മന്ത്രം അറിയണോന് ആ സാധനം എന്താണെന്ന് മനസ്സിലാവും, മന്ത്രം അറിയാത്തവനൊന്നും മനസ്സിലാവില്ല. അതാണ് ഇന്നത്തെ സൗകര്യം. പറഞ്ഞാൽ മനസ്സിലായിയോ? പഞ്ചാക്ഷരി ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശീലമുള്ള ആളും സമ്പ്രദായത്തിൽ ഉപദേശമൊക്കെ കിട്ടിയാൽ എന്ത് ചെയ്യും? അത് ജപിക്കും. അല്ലാത്ത ആൾ എന്ത് ചെയ്യും? ഒന്നും മനസ്സിലാവില്ല. ആ മന്ത്രമൊക്കെ ഗുരുമുഖത്തു നിന്ന് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി ധരിക്കേണ്ടതായതുകൊണ്ടാണേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തോളൂ? നിങ്ങൾ ഈ ബലിയും അതിബലിയും വാങ്ങിക്കോളൂ. നമ്മൾ ഈ ബലി അതിബലിയും മന്ത്രം കുട്ടികൾക്ക് എന്തിനു പറഞ്ഞു കൊടുത്തു എന്നാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത് അധ്യാത്മരാമായണമൊക്കെ വായിച്ചിട്ട്. എന്തല്ലേ ഐകകണ്ഠേനയാണ് ബില്ല് പാസ്സാവണത്.
വിശപ്പും ദാഹവും ഉണ്ടാവാണ്ടിരിക്കാൻ എന്നല്ലേ പഠിച്ചത്? എന്നാൽ കേട്ടോളൂ കേട്ടോ, വ്യത്യാസമായി. വാൽമീകി രാമായണത്തിൻ്റെ വ്യത്യാസമാണ്. മഹർഷി പറഞ്ഞു, ഉണ്ണികളെ ഇത് ശ്രദ്ധിച്ച് വാങ്ങി വെച്ചോളൂ. ഇതിൻ്റെ ഗുണം എന്താ ചോദിച്ചാൽ, നശ്രമോ നജ്വരോ വാ നേ രൂപസ്യ പര്യേയ നച സുപ്തം പ്രമത്തം വാ ധർഷയന്തി നൈരൃതാഹ. അതാണ് പ്രധാനം എന്ന് പറഞ്ഞത്. നശ്രമോ ക്ഷീണം ഉണ്ടാവില്ല, നജ്വരോ പനി ഉണ്ടാവില്ല, നതേ രൂപസ്യ പര്യേയ രൂപമൊന്നും മാറില്ല. ഇതൊക്കെ എന്തിനാ അങ്ങനെ പറഞ്ഞ്? ചെറിയ കുട്ടികളാണേ ഈ കുട്ടികൾ. ഇപ്പം നമ്മളൊക്കെ തന്നെ ഇവിടുന്നൊക്കെ മാറിയിട്ട് വേറെ വല്ല നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് മാറി അന്യ നാട്ടിലേക്ക്, ഉത്തരേന്ത്യയിലേക്കോ ഹിമാലയത്തേക്ക്, ഇനി വേറെ എവിടേക്കും യാത്ര പോകുമെന്ന് കൂട്ടിക്കോളൂ. അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ കാലം മാറി, ദേശം മാറി. അപ്പോൾ ഈ കാലത്തിൻ്റെയും ദേശത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്ത് വെച്ചേക്കണത്? പ്രകൃതി ഘടിപ്പിച്ച് വെച്ചത്. അപ്പോൾ ഇവിടുത്തെ ചൂട്, അല്ലെങ്കിൽ ഇവിടുത്തെ തണുപ്പ്, ഇവിടുത്തെ കാറ്റ്, ഇവിടുത്തെ കാറ്റില്ലായ, ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ശരീരത്തിന് ഇവിടത്തേക്ക് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? ഇപ്പം അങ്ങനെയാണ് അത് ട്യൂൺ ചെയ്ത് വെച്ചത്. എന്ത് ചെയ്ത് വെച്ചത്? അങ്ങനെ പറയാൻ നല്ലതില്ലേ, വൈകുന്നേരം വരെ പറയേണ്ടി വരും. അങ്ങനെയാണ് അതിനെ നമ്മൾ രൂപപ്പെടുത്തി വെച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിയിട്ട് ഇനി കഠിനമായ ചൂടുള്ള ഉത്തരഭാരതത്തിലേക്ക് പോയാൽ അപ്പോൾ ശരീരത്തിന് എന്ത് വേണ്ടി വരും? സംവിധാനം മാറ്റേണ്ടി വരും. എന്താ കാരണം? അവിടെ ചൂട് കൂടുതലാണ്. അപ്പോൾ പ്രകൃതി എന്ത് ചെയ്യും? മാറ്റുമ്പം എന്ത് വരും? ഒന്ന് ഇരുണ്ട് പോവും, വരണ്ട് പോവും, പിന്നെ ക്ഷീണം വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ കുട്ടികളാണെങ്കിൽ കൊട്ടാരത്തിൽ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഉണ്ട് ഉറങ്ങിയും കളിച്ചും ചിരിച്ചും രസിച്ചും പഠിച്ചും പാടിയും നടന്ന് ശീലിച്ച കുട്ടികൾ ഇപ്പം ഇന്ന് വേറെ ദിക്കിലേക്കാണ് പോണത്. അമ്മയില്ല കൂടെ, അച്ഛനില്ല കൂടെ, കുഴച്ചുരുട്ടിയിട്ട് വായയിൽ ഉണ്ണോ ദാ എന്ന് പറഞ്ഞിട്ട് ഉന്താനും തള്ളാനൊന്നും ആരുമില്ല. അപ്പോൾ കുട്ടികളെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു പ്രത്യേക കാലഘട്ടമാണല്ലോ അത്. അപ്പോൾ മഹർഷി എന്ത് ചെയ്തു? പറഞ്ഞു, നശ്രമോ ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ, പേടിക്കണ്ട. നജ്വരോ, ഇനിയിപ്പോൾ അമ്മയെ കാണാനായിട്ട് അച്ഛനെ കാണാനായിട്ട് പേടിച്ച് പനിക്കൊന്നും വേണ്ട. അതും ഉണ്ടാവില്ല. പനി എന്ന് പറഞ്ഞ അർത്ഥം ജ്വരം എന്ന് പറഞ്ഞാൽ ക്ലേശം, പനി പോലെയുള്ള ക്ലേശങ്ങളൊന്നും ഉണ്ടാവില്ല. നതേ രൂപസ്യ പര്യേയ, കരുവളിക്കില്ല, ക്ഷീണിച്ച് മുഖം വാടില്ല, രൂപമൊന്നും മാറില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. മാത്രമല്ല നച സുപ്തം പ്രമത്തം വാ ധരിഷയന്തി നൈരൃതാഹ. നൈരൃതന്മാര് പറഞ്ഞ ഈ രാക്ഷസന്മാരെ പോലെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. ഈ രാക്ഷസന്മാരൊക്കെ അവറ്റോളുടെ കയ്യിലേ ഈ പല ജാതി മായാവിദ്യകളുള്ളവരാണ്. അവർ എന്തൊക്കെ രൂപത്തിലാണ് വരിക ചോദിച്ചാൽ പറയാൻ പറ്റില്ല. മായാവിദ്യ ജാതികളൊക്കെ കാണിക്കേ. അപ്പം അതൊന്ന് സുപ്തം, ഉറങ്ങിക്കിടക്കുമ്പോഴോ, പ്രമത്തം പറഞ്ഞാൽ അന്തല്യായ, നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്തൊന്നും ധരിഷയന്തി സ്മ, അവരെന്ത് ചെയ്യില്ല? നൈരതാഹ, രാക്ഷസന്മാർക്കൊന്നും നിങ്ങളെ പിടിക്കാൻ കിട്ടില്ല. ഉറങ്ങിപ്പോയാൽ എടുത്തുകൊണ്ട് പോകാനൊന്നും അവർക്ക് പറ്റില്ല. ഞാൻ അശ്രദ്ധയും പെട്ടുപോയി എന്നുള്ളതുകൊണ്ടൊന്നും രാക്ഷസന്മാർക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ന ബാഹുവോ സദൃശോ വീര്യേ പൃഥിവ്യാം അസ്തി കശ്ചന, ഭൂമിയിൽ നിങ്ങളുടെ കൈക്കരുത്ത് പോലെ കൈക്കരുത്തുള്ളൊരു വേറെ ഉണ്ടാവില്ല. ഭൂമിയിൽ ബാഹു കയ്യേ ന ബാഹുവോഹോ, നിങ്ങളുടെ ആ ബാഹു കൈക്കരുത്തില്ലേ, ആ കൈക്കരുത്തിന് സമായ കൈക്കരുത്തുള്ളൊരു ലോകത്തുണ്ടാവില്ല. മാത്രമല്ല ന സൗഭാഗ്യേ ന ദാക്ഷിണ്യേ ന ജ്ഞാനേ ബുദ്ധി നിശ്ചയേ, സൗഭാഗ്യത്തിൽ നിങ്ങളെ കവിഞ്ഞവർ ലോകത്തുണ്ടാവില്ല. ദാക്ഷിണ്യം, ദയാകാരുണ്യം എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളെ കഴിഞ്ഞിട്ടൊരാളും ലോകത്തിലുണ്ടാവില്ല. ന ജ്ഞാനേ, അറിവിലും നിങ്ങളെക്കാൾ വലിയവരുണ്ടാവില്ല. ബുദ്ധി നിശ്ചയേ, ബുദ്ധിപ്രയോഗത്തിലും നിങ്ങളെക്കാൾ മിടുക്കന്മാർ ലോകത്തുണ്ടാവില്ല. ഒക്കെ മറ്റേതിൻ്റെ പ്രത്യേകതയാണ്. ഏത് മന്ത്രത്തിൻ്റെ? എന്നിട്ട് പറയും, ത്രിഷു ലോകേഷു വൈരാമ ന ഭവേൽ സദൃശസ്തവ, 3 ലോകത്തിലും ഈ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് സദൃശനായിട്ടൊരാൾ ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല നോത്തരേ പ്രതിവക്തവ്യേ സമോ ലോകേ തവാനഖ, ഉത്തരം പറയേണ്ട സമയത്ത് നിൻ്റെ മാതിരി മിടുക്കിൽ ഉത്തരം പറയുന്ന ഒരാൾ ലോകത്ത് ഉണ്ടാവില്ല. അമ്പമ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ ആകെ കേട്ടതാ ഇഡ്ഡലിയുടെ കാര്യമാണ്. ഏത് വിഷ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാര്യമല്ലേ നമ്മുടെ പറയണോ എന്ന് ഒടുക്കം പറയണേ. ബല ഏതദ് വിദ്യേ, നോക്കൂ, ഈ വിദ്യകൾ രണ്ടും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവണ മഹിമകളായി പറഞ്ഞത്. പിന്നെ ഒന്നും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടോ, ബലത്വ, നോക്കൂ, ഈ ബല അതിബല എന്ന് പറയുന്ന ഈ 2 മന്ത്രങ്ങൾ സർവജ്ഞാനസ്യ മാതര, എല്ലാ ജ്ഞാനത്തിൻ്റെയും അമ്മ. അച്ഛൻ്റെ അർത്ഥം അമ്മ അച്ഛ, അവിടെ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. എല്ലാ അറിവും ഉണ്ടാവുന്നത് ഈ 2 മന്ത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് ക്ഷുൽപിപാസേന തേരാമ ഭവിഷ്യേതേ നരോത്തമ, ഇതുകൊണ്ട് വിശപ്പും ദാഹവും അതും ഉണ്ടാവില്ല. അതെവിടെയാണ് പറഞ്ഞത്?
ഒടുക്ക പറഞ്ഞത്. ആദ്യം പറഞ്ഞതൊക്കെ വേറെയാണ്. അതുകൊണ്ട് ബലാമതിബലാം ചെയ്വ പഠത പഥി രാഘവ. ഈ യാത്രയിൽ ഇത് ചെല്ലണവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഇതാണ്ടായത്. അപ്പോൾ മനസ്സിലായില്ലേ? ഊണിൻ്റെയും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാര്യം മാത്രമല്ല ബലാമന്ത്രം കൊണ്ട് കിട്ടണത്. അതിലേറെ കേമായതൊക്കെ പറഞ്ഞിട്ട് പ്രായേണ അപ്രധാനമായതാണ്. ഏത്? ഈ വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാര്യം. അതുകൊണ്ട് ഈ മന്ത്രം ധരിച്ചു വെച്ചോ. അങ്ങനെ ഈ കുട്ടികളൊക്കെ ബല അതിബല എന്ന് പറഞ്ഞ മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്താ ഈ മന്ത്രം? ആ മന്ത്രം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അത് പറയൂല്ല. ഈ പണ്ടൊന്നും മന്ത്രം പറയും. പണ്ടൊക്കെ ഈ ഗ്രന്ഥങ്ങളില്ലേ, ഈ താളിയോല ഗ്രന്ഥങ്ങൾ, ഈ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ അതിൽ വലിയ വലിയ മന്ത്രക്രിയകളൊക്കെ പറയും, വിസ്തരിച്ച് പറയും. അങ്ങനെ ചെയ്യണം, ഇങ്ങോട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് ഇങ്ങനെ ചെയ്തതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ മുദ്ര കാണിച്ച് പിന്നെ കിഴക്കോട്ട് നോക്കി ഇങ്ങനെ അങ്ങനെ എല്ലാം വിസ്തരിച്ച് അതിൽ പറയും. ഒടുക്കം ഈ മന്ത്രം ചൊല്ലി അങ്ങോട്ട് ഇന്നത് ചെയ്യണം. മന്ത്രം ഗുരുമുഖാൽ ജ്ഞേയം നമ്മുടെ ബ്രാക്കറ്റിൽ ഇട്ട് വയ്ക്കും. നമ്മൾ വെറുതെ എത്ര നേരം കണ്ണട വെച്ച് വായിച്ച് കഷ്ടത്തിലായി. എന്താ കാരണം? മന്ത്രമൊന്നും അതിലില്ലേ. ഇതൊന്ന് അതുകൊണ്ട് ഈ പുസ്തകം കിട്ടിയവൻ നമ്മുടെ പൊളിക്കാത്ത നാളികേരം മറ്റയാൾക്ക് കിട്ടിയില്ലേ? ആർക്കോ എന്നിട്ട് തട്ടി തട്ടി വൈകുന്നേരം വരെ അതേ മട്ട ഇതിങ്ങനെ തട്ടുക എന്നല്ലാതെ ഈ സാധനം പൊട്ടിച്ച് പൊളിച്ച് നേരെയാക്കിയിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഈ പുസ്തക വിദ്യയേക്കാൾ അപ്പുറത്താണ് ചില വിദ്യകളൊക്കെ കിടക്കുന്നത്. പുസ്തകമൊക്കെ ആവാൻ സഹായിയാണ്. പുസ്തകം ഒരു സഹായിയാണ്. പുസ്തകം കൊണ്ടൊന്നും നേരെയാവില്ല. എന്ത് ചെയ്യണം? അത് നേരെ തന്നെ ചില വിദ്യകൾ. അതാണ് പ്രത്യേകം ധരിക്കുക. ഓൺലൈൻ ക്ലാസ്സൊക്കെ കുഴപ്പമൊന്നുമില്ല. കൂട്ടിത്തൊടാണ്ട പഠിക്കുകയും ചെയ്യാം. പക്ഷേ നല്ലത് മറ്റേ തന്നെയാണ്. ഏത്? ഈ ഓഫ്ലൈന്. ഓൺലൈനിൽ നമ്മൾ ഓഫാണ്, എന്നാലും ഓൺലൈൻ എന്നാണ് പറയുക. അതായത് ഇല്ലേ, ഓൺലൈനിലും പലതും ഓഫായിട്ടാണല്ലോ ഇരിക്കുക. സാധനം തുറന്ന് ഇരിക്കുക. മാഷിത് പറയുകൊണ്ട് ഓഫാവാണ്ടിരിക്കുന്നുണ്ടെന്നുള്ള, അല്ലെങ്കിൽ അതും ഓഫായി പോവും ഇല്ലേ? ഒരു ബന്ധമില്ലല്ലോ അതിൽ. ആരോട്? പഠിക്കണ ആളോടും പഠിപ്പിക്കുന്ന ആളോടും പരസ്പരം അവർക്കൊരു ബന്ധവും അങ്ങനെ ഒരു ബന്ധം ഇല്ല. എപ്പോഴും നമ്മൾ ഏത് വിദ്യയും അടുത്തിരുത്തി നല്ലോണം പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവണേ ഒരു അടുപ്പും ബന്ധവും ഭാവവും ഒന്നും എന്തിലുണ്ടാവില്ല. ഈ അല്ലാത്തതിനൊന്നും ഉണ്ടാവില്ല. അതൊരു വലിയ അതല്ലേ നമ്മൾ മന്ത്രമൊക്കെ ചൊല്ലിയത്. സഹനാവതു, പിന്നെ സഹനൗ ഭുനക്കതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവായി എന്നൊക്കെ മന്ത്രം ചെല്ലണതിൻ്റെ അർത്ഥം യോജിപ്പ് കാണിക്കുന്നത്. സഹ നൗ അവതു. ഞങ്ങൾ ഒന്നിച്ച് എന്നെ രക്ഷിച്ചിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ ഇവരെ രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, സഹ നൗ അവതു, ഞങ്ങളെ ഒന്നിച്ച് രക്ഷിക്കട്ടെ. സഹ നൗ ഭുനക്കതു, ഞങ്ങൾ ഒന്നിച്ച് പോഷിച്ച് പുഷ്ടിപ്പെട്ട് വരട്ടെ. സഹ വീര്യം കരവാവഹി, ഞങ്ങൾ ഒന്നിച്ച് തേജസ്വികളായിട്ട് വീര്യം പ്രഭാവമൊക്കെ ആയിട്ട് വരട്ടെ. മനസ്സിലായില്ലേ? മാ വിദ്വേഷാവഹി, ഞങ്ങളുടെ ഇടയിൽ എന്തുണ്ടാവാണ്ടിരിക്കട്ടെ. പരസ്പരം ഒരു വിദ്വേഷം, അത് വല്ലാത്തൊരു മഹിമയെന്തോ. ഈ പഠിപ്പിക്കുന്ന ആളും തമ്മിൽ വിരോധമായാൽ നേരെയാവില്ല. നേരെയാവുമോ? പരസ്പരം വിദ്വേഷം, അങ്ങടും വിദ്വേഷം. അതാണ് ഈ ഗുരുനാഥനെ ശിഷ്യനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വിദ്വേഷം പാടില്ല. വിദ്വേഷം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാനൊക്കെ നിനക്ക് എന്ത് പഠിപ്പിച്ചിട്ട് കാര്യം? നേരെയാവില്ല, എന്താ പോട്ടെ ഇവിടുന്ന്. നേരെയാവുമോ അങ്ങനെ പഠിപ്പിച്ചാൽ? അത് വളരെ അടുത്തിരുത്തി സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളരെ ഭാവത്തോടെ പറഞ്ഞു കൊടുത്താലേ നേരെയുള്ളൂ. അപ്പോൾ ഈ ശിഷ്യനാണെങ്കിൽ ഇദ്ദേഹം എനിക്ക് നന്മയ്ക്കാണല്ലോ ഇതൊക്കെ തരുന്നത്, എന്തോ ഒരു വലിയ ഭാവമാണല്ലേ, ആ മട്ടിൽ പഠിച്ചാലേ എന്താവുള്ളൂ, നേരെയുള്ളൂ. അതല്ലേ നമ്മളിപ്പോൾ ഈ ഗുരുനാഥന്മാരെ കാണുമ്പോൾ നമുക്ക് വലിയ സ്നേഹവും ബഹുമാനവും. എന്താ കാരണം? അങ്ങനെയാണ് നമ്മളവരൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് അക്ഷരമൊക്കെ എഴുതി വായിച്ച് ബസ്സിൻ്റെ ബോർഡൊക്കെ വായിച്ച് ബസ്സൊക്കെ കയറി നേരത്തിന് കുടുംബത്തെത്തുന്നത്. ഇല്ലെങ്കിലോ എഴുത്തും അതിന് നിശ ഉണ്ടാവുമോ? വല്ല വിവരം ഉണ്ടാവുമോ? അങ്ങനെയല്ലേ? അപ്പം അത് വലിയ ഭാവമാണ്. അപ്പം അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്ത് വേണം? ഈ മന്ത്രങ്ങളൊക്കെ പിടിച്ചോളൂ. ഈ മന്ത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കില്ല. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, നാട്ടുകാർക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല. അങ്ങനെ പൊതുവേ ഈ മൈക്കിൽ കൂടി പറഞ്ഞു കൊടുക്കേണ്ടതല്ല എന്താ മന്ത്രം. അത് ഗുരുനാഥൻ അതാത് ശിഷ്യന്മാരെ വിളിച്ചിരുത്തി അടുത്തിരുത്തിയിട്ട് ഈ ഹൃദയം കൊണ്ട് കൊടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാജാവിൻ്റെ അടുത്തുനിന്ന് ഈ കുട്ടികളെ രണ്ടിനെയും കൊണ്ടുവന്നിട്ട് ഈ വിദ്യകളൊക്കെ രണ്ടും പഠിപ്പിച്ചു കൊടുത്തു. നമുക്ക് പോയി ആശ്രമത്തിലെത്തി കാര്യങ്ങളൊക്കെ നടക്കണതിൻ്റെ മുമ്പ് തന്നെ മഹർഷി എന്ത് ചെയ്തു? കാട്ടിൽ എന്തിനായിരിക്കും ഈ മന്ത്രങ്ങളൊക്കെ കൊടുത്ത് ഈ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോയത്? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എന്തിനായിരിക്കും? കാട്ടിക്കൂടിയാണ് പോണത്. ആ കുട്ടികൾക്ക് പരിചയമില്ലാത്തൊരു സാഹചര്യമാണത്. കാട് അയോധ്യയിലെ കൊട്ടാരത്തിൽ അതും ആറ്റുനൂറ്റുണ്ടായ കുട്ടികളായതുകൊണ്ട് നമ്മൾ രാവിലെ പറഞ്ഞ മാതിരി എങ്ങനെയാവും വളർത്തുണ്ടാവുക? നിലത്തും തലയിലും വെക്കാതെ ഈ കർപ്പൂരത്തിൻ്റെ തട്ട് കൊണ്ട് നടക്കണ മാതിരി ഇങ്ങനെ
വാത്സല്യ അത് സംശയമില്ല, അത് ആരായാലും അങ്ങനെ തന്നെ ഇല്ലാണ്ട് ഉണ്ടായ ഉണ്ണികളായതുകൊണ്ട് അത്ര വാത്സല്യം. അങ്ങനെയുള്ള കുട്ടികൾ വലിയ ലോകപരിചയമൊന്നും അവർക്ക് ഉണ്ടാവില്ല. ലോകപരിചയം മാത്രമല്ല, ഈ ലോകത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും ഓരോരോ സംഗതികളെക്കുറിച്ചൊന്നും അവർ രാജകുമാരന്മാരാണെങ്കിൽ പോലും അവർക്ക് വലിയ ബോധ്യമൊന്നും. ഇവിടെ സുഖഭോഗ സമൃദ്ധിയിൽ ഇങ്ങനെ ജീവിക്കുക, അച്ഛൻ്റെ അമ്മയുണ്ട്, പിന്നെ പണിക്കാരുണ്ട്, എല്ലാവരും കൂടി കൊണ്ടാടുക, അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക, ഉണ്ണുക, ഉറങ്ങുക, ഉടുക്കുക, കളിക്കുക, ചിരിക്കുക, രസിക്കുക, അങ്ങനെയുള്ള രസങ്ങളായിട്ട് കഴിച്ചു കൂട്ടുന്ന ആ കുമാരന്മാരെയാണ് കൊണ്ടുപോകുന്നത്. വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, കുട്ടികളാണ്, സഹിച്ചോളണമെന്നില്ല, അവർക്ക് വിഷമമുണ്ടാവും, ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്തു വേണം? നാളെ രാജാവാവേണ്ടവരാണ് ഇവർ. എന്താവേണ്ടവർ? നാളെ മറ്റന്നാൾ ഇവർ രാജ്യം ഭരിക്കേണ്ടവരാണ്. അപ്പം അതിനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടാവണം. ശരിയല്ലേ? അത് അതിനും കൂടി കണക്കാക്കിയിട്ടാണ് ഈ മഹർഷി എന്ത് ചെയ്തത്? മഹർഷി കുമാരന്മാരെ അവിടുന്ന് കൂട്ടി വരും, നമുക്ക് പോവുക, മന്ത്രമൊക്കെ പിടിച്ചല്ലോ. പിതാമഹസുദേഹേ ദേവി അവരെന്ത് ചെയ്തു? ഈ കുമാരന്മാരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് മഹർഷി മുമ്പിൽ നടന്നു. അങ്ങനെ രണ്ടാൾ മുമ്പിൽ നടന്നു, കുട്ടികൾ രണ്ടും തൊട്ട് പിമ്പിലായിട്ടെന്ന്. തതോ രാമോ ജലം സ്പൃഷ്ട്വാ പ്രഹൃഷ്ടവദന ശുചി പ്രതിജഗ്രാഹത്തെ വിദ്യേ മഹർഷേഹേ ഭാവിതാത്മന. രാമൻ പുഴയിലിറങ്ങി കാലഴുകി ആചമിച്ചു ചെന്ന് ശുദ്ധമായിട്ട് എന്ത് വാങ്ങി വെച്ചു? മന്ത്രം ഭക്തിയോടെ വാങ്ങി. അങ്ങനെ ഈ മന്ത്രമൊക്കെ ഭക്തിയോടെ വാങ്ങിയതിൻ്റെ ശേഷം ഗുരുകാര്യാണി സർവാണി നിയുജ്യ കുശികാത്മജേ ഊഷുസ്താം രജനീം തീരേ സരയ്യുവ സസുഖം ത്രയ. അടുത്തത് എന്താ പറഞ്ഞത്? അങ്ങനെ ഗുരുകാര്യാണി സർവാണി എന്ത് ചെയ്തു? നിയുജ്യ. ഗുരുകാര്യങ്ങളൊക്കെ ഭംഗിയിൽ ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്തതിൻ്റെ ശേഷം എന്ത് ഈ ഗുരുകാര്യം? മന്ത്രം വാങ്ങി, ഇപ്പോൾ ഗുരുനാഥനെ നമസ്കരിച്ചു, തൊഴുതു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, ആ ഗുരുകാര്യങ്ങൾ, ഗുരു ശുശ്രൂഷ ഗുരുനാഥന് ചെയ്യേണ്ടതൊക്കെ ചെയ്തതിൻ്റെ ശേഷം നിയുജ്യ കുശികാത്മജെ വിശ്വാമിത്രരോട് വേണ്ട ഗുരു ഭാവത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. എന്നിട്ടോ ഊഷുസ്താം രജനീം. ഊഷോ പറഞ്ഞാൽ അവിടെ വസിച്ചു. ആ രജനി രാത്രി, അന്നത്തെ ദിവസം രാത്രി അവരവിടെ ഏതാണ്ട് മഹർഷി ഒരു 10 മണിക്കൊക്കെ വന്നു എന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയൊന്നും സമയം പറഞ്ഞിട്ടില്ല, നമ്മളിങ്ങനെ കൂട്ടുക. മഹർഷിമാരൊക്കെ വരുമ്പോഴേക്ക് 10 മണിയെന്ന് കൂട്ടിക്കോളൂ. 10 മണിക്ക് വന്നു, വിശ്വാമിത്രൻ്റെ കൊട്ടാരത്തിൽ വന്നു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഉച്ച 1 മണിയായി ഉണ്ടാവും. എന്താ ഉണ്ടാവും. വിശ്വാമിത്രർ മുഷിഞ്ഞു, വസിഷ്ഠൻ്റെ അടുത്ത് ചെന്നു, അവിടുന്ന് അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഇത്തിരി ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ഇവർ പുറപ്പെട്ടു എന്ന് കൂട്ടിക്കോളൂ. ഉച്ചയ്ക്ക് പുറപ്പെട്ട ഉണ്ണികളായിട്ട് മഹർഷി കാട്ടിക്കൂടി ഇങ്ങനെ പോന്നു. ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആവാറായപ്പം പുഴയുടെ അപ്പുറത്തേക്ക് കടന്നു, കുളി അവരത് എന്ത് കഴിച്ചു, ഈ കാലഴുകി ആചമിച്ച് മന്ത്രമൊക്കെ കൊടുത്തു. സന്ധ്യ പോയി. അതാണ് അന്നത്തെ ദിവസം രാത്രി എന്ത് ചെയ്തു? ആ ദിവസം രാത്രി അവർ ആ കാട്ടിൽ താമസിച്ചു എന്നാണ് പറഞ്ഞത്. ഈ കുട്ടികൾക്ക് ഇത് പരിചയമില്ലാത്തതാണ്. ഏത് കാട്ടിൽ? രാമലക്ഷ്മണന്മാർ കാട്ടിൽ താമസിച്ച് ശീലിച്ചിട്ടുണ്ടോ? കാട്ടിലെവിടെയും താമസിച്ചിട്ടുണ്ടാവുക? കാട്ടിലാണെങ്കിലും രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പട്ടാളക്കാരോടും പടയാളികളോടും ഭൃത്യന്മാരോടും കൂടി കാട്ടിലേക്ക് വന്ന് താമസിക്കാച്ചാൽ എന്തുണ്ടാവും? ഇവർക്ക് താമസിക്കാൻ വേണ്ട സന്നാഹങ്ങളൊക്കെ ആര് കൊണ്ടുവരും? രാജകുമാരന്മാർ അവർക്ക് കിടക്കാനുള്ള മെത്ത, ഇരിക്കാനുള്ള കസേര, അതൊക്കെ പട്ടാളക്കാർ തോളത്തേറ്റി കൊണ്ടുവരും. പിന്നെ കുടിക്കാനുള്ള വെള്ളം, പ്രത്യേകമായുള്ള ആഹാരം, അവർക്ക് വേണ്ടതായ കൂടാരങ്ങൾ, താമസിക്കാൻ, മഞ്ഞ് കൊള്ളാണ്ടിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ, പ്രാണി വരാതിരിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും കാവൽക്കാർ 10-20 ആൾ നോക്കി നിൽക്കും എല്ലാറ്റിനും. ഇതങ്ങനെയാണോ? ഇതിപ്പോൾ എങ്ങനെയാണ് കാട്ടിലേക്ക് വന്നത്? അതെ, കാട്ടിൽ വന്നിട്ട് ഊഷുസ്താം രജനിയും ആ രാത്രി അവരവിടെ സരയൂ നദിയുടെ കരയിൽ താമസിച്ചു. സരയൂ നദിയുടെ കരയിൽ താമസിച്ചിട്ട് പിറ്റേന്ന് നേരം വിളിച്ചപ്പോഴോ പ്രഭാതായാം തുഷർവര്യാം വിശ്വാമിത്രോ മഹാമുനി അഭ്യഭാഷത കാകുൽസ്ഥൗ ശയാനൗ പർണസംസ്തരേ. അപ്പോൾ ഈ മഹർഷി കുട്ടികളെ എങ്ങനെയാണ് കിടത്തി ഉറക്കിയെന്നറിയൂ? എന്തല്ലേ വാത്സല്യം അദ്ദേഹത്തിൻ്റെ. പാറയുടെ മുള്ള ഉറങ്ങണതേ. പാറയുടെ മുകളിൽ വെറും പാറയുമ്പോൾ കുട്ടികളെ കിടത്തിയില്ല മഹർഷി. അദ്ദേഹം പുല്ലൊക്കെ പൊട്ടിച്ച്, എന്താ ഈ ദർഭയും പുല്ലും കാശവും കുശെന്ന് പറഞ്ഞ പുല്ലൊക്കെ ഉണ്ടാവില്ലോ, പുല്ലൊക്കെ പൊട്ടിച്ച് പാറയമ്പിൽ നല്ലോണം പരത്തി, അതിൻ്റെ മുകളിൽ നല്ല ഏലയൊക്കെ പൊട്ടിച്ച് പരത്തി, എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ കുട്ടികൾ ഉറങ്ങി. ഇത് രണ്ടാളും. മഹർഷി ആണെങ്കിലോ അവിടെ നടുക്ക് കിടക്കുകയും ചെയ്ത്. രണ്ടിൻ്റെ ഇതാ കാരണം. ഇടത്തെ കയ്യും നീട്ടി ആരെ കിട്ടണം? ചെറിയ കുട്ടികളല്ലേ, കുട്ടികൾക്ക് രാത്രി ഉറക്കത്തിൽ അമ്മ എവിടെ അച്ഛൻ എവിടെ നിന്നൊക്കെ ഒരു തപ്പി തടയിലുണ്ടാവേ. അപ്പം ആരെ കിട്ടണം? ഇവിടെ ഉണ്ട് ഉണ്ണിയേ, ഇവിടെ ഉണ്ട്. ഉറങ്ങിക്കോളൂ കേട്ടോ. ആരോ ഉറക്കി? ആ വാത്സല്യേ നടക്കുക. അങ്ങനെ കിടന്ന കുട്ടികളെ രണ്ടിനെ അപ്പുറം കിടത്തി ഉറക്കി. പിറ്റേന്ന് വിളിച്ചായപ്പം പ്രഭാതായാം ശർവര്യം, രാത്രി വിളിച്ചായപ്പം നോക്ക്, നമ്മൾ കണ്ട ആ വിശ്വാമിത്രരല്ല ഈ വിശ്വാമിത്രരെ. എവിടെ കണ്ടത്? നമ്മുടെ ദശരഥനെയൊക്കെ വിളിച്ചാകുമ്പോൾ വന്ന് ഞെട്ടിച്ച ആളാണ് ആര്? ഞെട്ടിയ വേറെ എപ്പോഴും മാറിയെന്ന് അറിയില്ല. വിശ്വാമിത്രൻ്റെ മുമ്പിൽ നിന്നിപ്പോൾ പറച്ച വേറെയൊന്നും പാർക്ക് മാറിയിട്ടുണ്ടാവില്ല.
ദശരഥന് ഇപ്പോഴും ചിലപ്പോൾ വരയ്ക്കേണ്ടാവും. പക്ഷേ ഈ ഉണ്ണിയോളെ എന്തൊരു സ്നേഹമായിട്ടാണ് കൊണ്ടാടുന്നതില്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്, വിളിച്ചായി നേരം വിളിച്ചായി. ഇപ്പം കുട്ടികളെപ്പോഴും ഉറങ്ങുകയാണേ. കുട്ടിയൊക്കെ പാവാൻ നേരെ നിശ്ചണ്ടാവില്ല, അവർ സുഖമായിട്ട് ഉറങ്ങുക. പിന്നെ നടന്ന് പോകുന്നതല്ലേ ഇങ്ങനെ. അപ്പം അതിൻ്റെ ഒരു ദേശം മാറിയപ്പം തണുപ്പൊക്കെ ഉണ്ടാവുകയെ കാട്ടില്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, സുഖമായിട്ട് കിടന്നുറങ്ങുക. മഹർഷി അച്ഛാ നേരത്തെ നീട്ടു. പുഴയുടെ കരയിൽ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയി കുളിക്കാനും ജപിക്കാനൊക്കെ സൗകര്യമുണ്ട്. അദ്ദേഹം രാവിലെ എണീട്ട് കുളി സന്ധ്യാവന്തനൊക്കെ നേരത്തെ തന്നെ കഴിച്ചു, ജപവും തേവാരൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് നേരെ ഏതാണ്ട് വിളിച്ചാവുകയേ. നല്ലവണ്ണം അങ്ങോട്ട് ഉദിച്ചു, വെള്ളം കയറി, സൂര്യൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിടങ്ങി. അപ്പോൾ മഹർഷി മെല്ലെ എടുത്ത് അപ്പോഴും കുട്ടികൾ രണ്ടാളും സുഖമായിട്ട്. എവിടെ? പർണസംസ്തരേ. എവിടെയാണ് കിടക്കണേ? പർണസംസ്തരം. പർണം ഇലയും പുല്ലൊക്കെ വെച്ചിട്ടുണ്ടാക്കിയില്ല അല്ല. ശയാനവൂ പർണസംസ്തരേ. ആ ഉറങ്ങിക്കിടക്കണ കുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് മെല്ലെ വിളിച്ചു, ഉണ്ണിയേ. ആരെ വിളിച്ചു? ഉണ്ണിയെ. ചില കുട്ടികളങ്ങനെ ഉണ്ട്, ഉണ്ണിയെന്ന് കേൾക്കുമ്പോഴങ്ങനെ ചാടി എണീട്ട് വരും. ചിലതാണെങ്കിൽ ചെപ്പോടം കമഴ്ത്തിയാലും ഒരു തണുപ്പായി. ചൂലോണ്ട് അടിച്ചപ്പം കൊതു പോയി എന്നൊക്കെ വിചാരിച്ച് വീണ്ടും ഉറങ്ങണ ജാതിയുണ്ട്. ഇതാ പ്രത്യേകം. മഹർഷി എങ്ങനെയാണ് വിളിച്ചതെന്ന് അറിയാം. മഹർഷി പറഞ്ഞു, കൗസല്യാ സുപ്രജാരാമ പൂർവാസന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. ഇത് വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. വിളിച്ചാൽ അത് കേൾക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ദേഷ്യം വരും. എന്താ കാരണം? ഞായറാഴ്ചയില്ല സ്വൈരം. എന്താ അമ്പലത്തിൽ നിന്ന് രാവിലെ തുടങ്ങി. എന്താ കേട്ടിട്ടില്ലേ ഈ പാട്ട്? കൗസല്യ സുപ്രജ രാമ പൂർവാസന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യകം. ഇതെന്താ സാധനം? വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്ര മഹർഷി രാമനുണ്ണി ലക്ഷ്മണുണ്ണിയും വിളിച്ചോണർത്തിയ മന്ത്രമാണത്. എന്ത് മന്ത്രമല്ല, ആ വിളിച്ച വിളിയണത്. കൗസല്യാ സുപ്രജ, കൗസല്യാദേവിയുടെ പൊന്നുമോനെ. എന്താ പൊന്നുണ്ണിയായിട്ട്, കൗസല്യമ്മയുടെ പൊന്നുണ്ണിയായിട്ട് ഇരിക്കണേ ഉണ്ണിയെ രാമ. എന്താ? പൂർവാസന്ധ്യ പ്രവർത്തത്തെ. വിളിച്ചാവുക ഈ പൂർവാസന്ധ്യ. പൂർവാസന്ധ്യ രാവിലത്തെ സന്ധ്യ, സായം സന്ധ്യ വൈകുന്നേരത്തെ സന്ധ്യ. പൂർവാസന്ധ്യ പ്രവർത്തതെ. സന്ധ്യ വിളിച്ചാവുക ഈ ഉണ്ണികളെ എന്ത് ചെയ്യൂ? ഉത്തിഷ്ഠ, എഴുന്നേൽക്കൂട്ടുവോ, സമയമായി. നരശാർദൂല. നരശാർദൂലൻ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ? നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ശാർദൂലൻ പുലി. നരശാർദൂലൻ മനുഷ്യപ്പുലിയാ? അല്ലല്ല, അങ്ങനെയല്ല. ഈ അത് മനുഷ്യൻ്റെ പേരിൻ്റെ കൂടെ പുലി, കടുവ, സിംഹം, ആന ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേര് ചേർത്താൽ ശ്രേഷ്ഠൻ എന്നർത്ഥം. മനസ്സിലായില്ലേ? രാജസിംഹൻ എന്ന് പറഞ്ഞാൽ രാജാവ് കടിച്ചു കയറുന്ന ആളാണെന്നല്ല. പിന്നെ എന്താ അത്? രാജാവ് ശ്രേഷ്ഠൻ. നമ്മുടെ നാട്ടിൽ പിന്നെ ആള് പുലിയെന്ന് പറയില്ല, പേടിയാ കേൾക്കുമ്പോളേ. ഇപ്പം വന്ന ഭാഷയത്. എന്താ? മഹാമിടുക്കനെ കൊണ്ട് പറയും ആള് പുലിയല്ലേന്ന്. പണ്ട് പറയാറില്ല. പണ്ട് ആ ഭാഷയില്ല. ഇപ്പം പറയാം ആള് ആ പുലിയിലെ ചോദിച്ചാൽ ശ്രേഷ്ഠനാണ്, മഹാകേമനാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കാലം മാറിയാലും ഭാഷയുടെ ആ മർമ്മൊക്കെ തന്നെയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? രാജസിംഹൻ എന്ന് പറഞ്ഞാൽ രാജാവ് ശ്രേഷ്ഠനാണ് എന്നർത്ഥം. മനസ്സിലാവണില്ലേ? രാജസിംഹൻ. അതുപോലെ ഇപ്പം എന്താ പറയുന്നത്? നരസിംഹൻ എന്ന് പറഞ്ഞാലോ നര കയറിയ സിംഹാണെന്നാണോ? അല്ല, പിന്നെന്താ? മനുഷ്യശ്രേഷ്ഠനാണ് എന്നർത്ഥം. ഈ മനുഷ്യൻ എന്നുള്ള ആ മനുഷ്യവാചകമായ പദങ്ങളോടുകൂടി ഈ ശാർദൂലം, പുലി, കടുവ ഇത്യാദി പേരൊക്കെ ചേർത്താൽ ശ്രേഷ്ഠ. അപ്പം നരശാർദൂല എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ യോഗ്യനായ മിട്ടുമിട്ടുക്കാന്നർത്ഥം. നല്ല ശ്രേഷ്ഠനായ ഉണ്ണിയെ എന്തു ചെയ്യോ? കർത്തവ്യം ദൈവമാന്യകം. ആന്യകം വെച്ചാൽ പകല് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. എണീക്ക് ഉണ്ണിയെ, നമുക്ക് ഓരോന്നും ചെയ്യണ്ടേ കുട്ടിയെ. എന്ത് ഭംഗിയിലല്ലേ കുട്ടികളെ വിളിക്കണം. അതിൻ്റെ പ്രത്യേകത ഇല്ലേ? എന്താ വിളിച്ചത്? കൗസല്യ സുപ്രജ. കൗസല്യയുടെ അത്രയ്ക്ക് പൊന്നുണ്ണിയായിട്ടിരിക്കണോനെ രാമ മിടുക്ക. എന്ത് വേണം? പൂർവസന്ധ്യ. ആ ഓരോ വാക്കിൻ്റെയും ഭംഗി എന്താണെന്നറിയൂ? അതായത് കുട്ടികളോടൊക്കെ നമ്മൾ അങ്ങനെ വേണം അത്ര പെരുമാറാൻ. ഇങ്ങനെയും നല്ലവണ്ണം പറഞ്ഞിട്ട് നല്ല മട്ടുമാതിരിയായിട്ട് ഈ കുട്ടികളെയൊക്കെ നല്ലവണ്ണം പറഞ്ഞ് നല്ല മട്ടിൽ പരിശീലിപ്പിച്ച് നോക്കും, മിടുക്കന്മാരാവും. അല്ലാതെ നമ്മൾ മറ്റേ ജാതിയോ അടിയ കുന്തം പിശാത്തിയോ കഠാരിയൊന്നും കൊണ്ടുവന്നിട്ടൊന്നും നേരെയാവില്ല. അതുകൊണ്ട് നേരെയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലത് ഈ കുട്ടികളെയൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? കുട്ടികളെയൊക്കെ നമ്മളത് ചിലപ്പം ഒന്ന് ആ പിന്നാക്കി ഇരിക്കണ ബെഞ്ചുമില്ലിരിക്കണ പേരൊക്കെ ഒന്ന് വിളിച്ചു നോക്കൂ, മോനേന്നൊന്ന് വിളിച്ചു നോക്കൂ. പറയണ്ട, അത് അന്ന് നന്നായിട്ടുണ്ടാവും. അത് ഞാൻ നന്നാവില്ല അമ്മാവാന്ന് സത്യം ചെയ്ത് പോന്നതാ. ശരിയല്ലേ? ഇത് ചില പരിഗണനകൾ, ചില നല്ല വാക്കുകൾ, ചില നല്ല നല്ല ഭാവങ്ങൾ ഉണ്ടാക്കുള്ളിലേ.
അവിടുന്ന് അത് എന്ത് ചെയ്യും, വളർത്തി കൊണ്ടുവരിക പിന്നെ വേണ്ടു. പൊതുവേ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും പതിവില്ല. എന്താ പതിവ്? മറ്റേ ജാതി എന്താ വിളിക്കുക, പൊട്ടാ കുട്ടൻ എന്നായിരുന്നു ആദ്യമൊക്കെ വിളിച്ചത്. പിന്നെ ഇപ്പം വിളി മാറ്റി, പോയി പോന്നായി. എന്ത്